വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. You are watching television newspaper. പത്തനംതിട്ട എന്ന കേരളത്തിന്റെ ആത്മീയ തലസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് എൻകൗണ്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ രാത്രിയിൽ എത്തുന്നത്. ഈ രാത്രിയിലെ പ്രധാനപ്പെട്ട വിഷയവും ഇത് തന്നെ. ഇതുവരെയും പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് സുരേന്ദ്രൻ പിള്ളയും PS ശ്രീധരൻ പിള്ളയും K സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഇവർ തമ്മിലുള്ള മത്സരം. ഒപ്പം ഇതാ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിനെ കൂടെ പത്തനംതിട്ടയിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള ഉപശാലകളിലെ വർത്തമാനവും എത്തുന്നു. ഈ സാഹചര്യത്തിലാണ് എൻകൗണ്ടർ പത്തനംതിട്ടയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ ഈ ഒരു തീരുമാനങ്ങളോട് പ്രതികരിക്കുക എന്നാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങേക്ക് പ്രതികരിക്കാനുണ്ട്, പറഞ്ഞോളാം. വളരെ പെട്ടെന്ന് BJPയെ സംബന്ധിച്ച് നമുക്ക് അവസാന സമയമാണ്. ഈ നിമിഷവും നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ ആയിട്ടോ പത്തനംതിട്ടയിലെ കാൻഡിഡേറ്റ് വരുമോ? 2 ദിവസത്തിനകം BJPയുടെ സ്ഥാനാർത്ഥി BJP നേതാവിനോട് ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ BJP എന്ത് മുൻനിർത്തി വോട്ട് ചോദിക്കും? ശബരിമല വിഷയം പറഞ്ഞ് വോട്ട് ചോദിക്കുമോ? 5 കൊല്ലം നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കിയ ജനവിരുദ്ധ നിലപാട് പറഞ്ഞ് വോട്ട് ചോദിക്കുമോ? അത് ഞങ്ങൾക്കറിയാം. 15 ലക്ഷം 2 കോടി തൊഴിൽ നിങ്ങളുടെ വാഗ്ദാനമായിരുന്നു. 2 കോടി തൊഴിൽ, 15 വലിയൊരു വിഭാഗമായിരുന്നു. കർഷകരുടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കൽ വലിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ചോദിച്ചത് ഞാൻ മറുപടി പറയാം. ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശബരിമല വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. പിന്നെ ഇവിടുത്തെ ശബരിമലയും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോൾ സുരേന്ദ്രൻ പരസ്യമായിട്ട് ഇരുമുടിക്കെട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് എറിഞ്ഞത് ചർച്ച ചെയ്യുമോ? അതിനെതിരെയുള്ള വികാരം കൂടി ഈ നാട്ടില് വന്ന് കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇരുമുടിക്കെട്ട് എറിയുന്ന അവസ്ഥ. എന്താ അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പ ഭക്തിയാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അശോക് കുമാർ മറുപടി. അതായത് എനിക്ക് പറയാനുള്ള സമയം തരണം. ഒന്ന് കാര്യം, രാജ്യത്തെ വൈദ്യുതി എത്താത്ത 18,500 ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ചതിന്, രാജ്യത്തെ 50%-ലധികം വരുന്ന ആളുകളെ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധിപ്പിച്ചതിന്, രാജ്യത്ത് വിവിധ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിവിധ പദ്ധതികൾ ആരംഭിക്കുകയും അതിലൂടെ തൊഴിൽ നൽകുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയതിന്, ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കാർഷിക സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത്, എണ്ണി പറയാൻ പറ്റുന്ന എത്രയെത്ര നേട്ടങ്ങളാണ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് പാഴ്മുറം കൊണ്ട് മറച്ചു വെക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ തരത്തിൽ അവസാന ലാപ്പിൽ ഈ തരത്തിൽ അഴിമതി ആരോപണം ഒടുവിലായിട്ട് വന്നിട്ടുള്ളത്. ദീർഘകാലമായിട്ട് ഇന്ത്യയിലെ മുന്നോക്കക്കാരായിട്ടുള്ള ദരിദ്ര നാരായണന്മാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള 10% സംവരണം ഏർപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കൃത്യമായിട്ട് പറഞ്ഞു. ഇനിയൊരു അവസരം ഞാൻ ചോദിക്കുന്നത് വെറുതെ ആവില്ല. 5 വർഷക്കാലത്തെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ BJP കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന സ്ട്രാറ്റജി ചുരുങ്ങിയ പക്ഷം പത്തനംതിട്ടയിലെങ്കിലും ഇത് തന്നെയായിരിക്കും. ആദ്യം ശബരിമല, 2 മോദി എന്ന ഡെവലപ്മെന്റ് ഐക്കണിന്റെ ഇമേജ്. ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒന്നുമില്ല പറയാൻ. അദ്ദേഹം ഇവിടെ വില്ലേജസ് ഒക്കെ ഇലക്ട്രിസിറ്റി സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാം, വൈദ്യുതി എൻ്റയർലി സ്റ്റേറ്റ് സബ്ജക്റ്റ്. ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുമാണ് അത് വൈദ്യുതീകരിക്കുന്നത്. കേരളത്തിൽ AK ബാലൻ മന്ത്രിയായിരുന്നപ്പോഴേക്കും സമ്പൂർണ്ണ വൈദ്യുതി പ്രഖ്യാപിച്ച സ്റ്റേറ്റാണ് കേരളം. UDFിൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അതാത് സംസ്ഥാന ഗവൺമെൻറ്റാണ് വൈദ്യുതീകരണം ചെയ്യുന്നത്. സെൻറ്ററിൻ്റെ കുറേ സാമ്പത്തിക സഹായം കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ വൈദ്യുതീകരണത്തിൽ എന്താ സെൻറ്ററിന് കാര്യമുള്ളത്? നിങ്ങൾ കുറേ സ്കീംസ് കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ രീതിയിൽ മുന്നോട്ട് നീങ്ങും. അപ്പോൾ അത് പിന്നെ എത്ര കാർഷിക രംഗത്ത് എൻ്റെ സ്ഥിതി എന്താ? നിങ്ങളിപ്പോൾ അവസാനമായി എന്താ ഒരു നിവൃത്തിയിൽ വന്നപ്പോഴല്ലേ 6,000 രൂപ ഒരു ദിവസം 15 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോകുന്നത്? കാർഷികരുടെ ആത്മഹത്യ എന്താ മഹാരാഷ്ട്ര സ്ഥിതി? സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഡൊമിനിക് പ്രസന്റേഷൻ. കാരശ്ശേരി പക്ഷേ ഒരൊറ്റ ലൈനിൽ നമുക്കൊരു മറുപടി വേണം. പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്ന നമ്പർ 1
പ്രചരണത്തിന്റെ കാര്യം ശബരിമല. നമ്പർ 2 വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഇമേജ്. ഇതായിരിക്കും അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, പ്രചരണത്തിന്റെയും സ്ട്രാറ്റജി. ഹലോ ഹലോ മാഷ് കേൾക്കുന്നുണ്ടെങ്കിൽ നിലവിൽ ബിജെപിയുടെ പ്രചരണത്തിന്റെ രീതി തന്നെയായിരിക്കും, ശബരിമല തന്നെയായിരിക്കും. ഒരു കാര്യമുണ്ട്, എന്താന്ന് വിചാരിച്ചാലേ അത് വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ദരിദ്രന്മാരോ തൊഴിലാളികളോ കർഷകരോ ആയ ആളുകൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് വൈകാരികമായൊരു ക്ഷോഭം ഉണ്ടാക്കാന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. പിന്നെ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ അനവധി കാര്യങ്ങൾ, കർഷകരുടെ കടങ്ങൾക്ക് അവധി നീട്ടിക്കൊടുക്കുക, മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ഉപേക്ഷ, പ്രളയ ദുരിതാശ്വാസത്തിൽ കാണിച്ചിട്ടുള്ള ഉപേക്ഷ തുടങ്ങിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും പ്രവർത്തനങ്ങളും കേരള ഗവൺമെന്റ് നയങ്ങളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ജാതിയും മതവും ചർച്ച ചെയ്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക്, ദരിദ്രന്മാർക്ക്, തൊഴിലാളികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അരാഷ്ട്രീയത കൊണ്ട് നടക്കുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത കോഴഞ്ചേരി നിവാസികൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ഒറ്റ കാര്യം മാത്രം പറയട്ടെ, ഈ പത്തനംതിട്ട എന്നുള്ളത് ഒരു പിൽഗ്രിം ക്യാപിറ്റൽ മാത്രമല്ല, പ്രളയമെടുത്ത ഒരു നാടിന്റെ പേര് കൂടിയാണ്. തിരിച്ചുപിടിക്കാൻ ആ ജീവിതത്തെ ഉഷാറുള്ളതാക്കി മാറ്റാൻ എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയാനാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും പൊതുവെ താല്പര്യമുണ്ടാവുക. ശബരിമല എന്ന വിഷയം ഒരു വിഷയമായിരിക്കാം, പക്ഷെ അത് മാത്രമേ വിഷയമാകൂ എന്ന് നിർബന്ധം പിടിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. കോഴഞ്ചേരിയിൽ നിന്നും വീണ്ടും എത്താം നാളെ മറ്റൊരു വിഷയവുമായി. ഗുഡ് നൈറ്റ്. You are watching 24 from News Headquarters, Kochi.